വയനാട് കളക്ടറേറ്റിലായിരുന്നു അവലോകന യോഗം ഇന്ന് ചേർന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗത്തിൽ പങ്കെടുത്തു. ഒപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുത്തു. മറ്റ് മന്ത്രിമാർ, ഉദ്യോഗസ്ഥർ എന്നിവരും യോഗത്തിൽ പങ്കുചേർന്നു. യോഗത്തിൽ കൃത്യമായ അവലോകനം ഇത് സംബന്ധിച്ച് നടന്നു. ഇനി വയനാടിനുള്ള പുനരധിവാസം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, മറ്റ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ, ദുരിതാശ്വാസ ക്യാമ്പുകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഈ ഒരു യോഗത്തിൽ ചർച്ച നടന്നു. ഇപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയത്തിലേക്ക് അവസാനം അവലോകന യോഗത്തിലും അദ്ദേഹം പങ്കെടുത്തു. കൃത്യമായിട്ടും കേരളം ഒരു മെമ്മോറാണ്ടം തയ്യാറാക്കണം എന്ന് പറഞ്ഞു. ശരിയായ പഠനത്തിലൂടെ, ശാസ്ത്രീയമായിട്ടുള്ള അന്വേഷണങ്ങളിലൂടെ ഈ പുനർനിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള, പുനരധിവാസത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കേന്ദ്ര സഹായം ഉണ്ടാവുമെന്ന് പറഞ്ഞു. പണം ഒരു തടസ്സമാവില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഞാൻ മുഴുവൻ മലയാളികൾക്കും വേണ്ടി, കേരളീയർക്കും വേണ്ടി ആർദ്രമായിട്ടുള്ള നന്ദി പറയുകയാണ്. വളരെ അവസരോചിതമായ, സമയോചിതമായ ഒരു ഇടപെടലാണ് നമ്മുടെ ആദരണീയനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. കേരളത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നു എന്നുള്ള കൃത്യമായിട്ടുള്ള സന്ദേശമാണ് പ്രധാനമന്ത്രി നൽകുന്നത്. കേരളത്തിന്റെ ഈ ഒരു വയനാടിന്റെ പുനരധിവാസത്തിന് പണം ഒരു തടസ്സമാകില്ല എന്ന് അദ്ദേഹം വ്യക്തമായും പറഞ്ഞു. സംസ്ഥാനവും കേന്ദ്രവും യോജിച്ചു നിന്നുകൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം കാണണം എന്നുള്ള സന്ദേശമാണ് പ്രധാനമന്ത്രി നൽകിയത്. നന്ദിയുണ്ട്, 1000 നന്ദിയുണ്ട് മലയാളികൾക്ക്. തീർച്ചയായും നമ്മൾ ഈ പ്രദേശങ്ങളിലൊക്കെ നേരിട്ട് കാൽനടയായി എത്തി ആ ദുരന്തം എങ്ങനെയുണ്ടായി, അതോടൊപ്പം തന്നെ അവിടുത്തെ വ്യാപ്തി എന്തെന്ന് കൃത്യമായി മനസ്സിലാക്കിയ ശേഷമല്ലേ അദ്ദേഹം മടങ്ങിയിരിക്കുന്നത്? തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും നരേന്ദ്രമോദിജിയെ സംബന്ധിച്ച് അദ്ദേഹം നേരത്തെയും ഇതുപോലെ പല ദുരന്ത മുഖങ്ങളിലും നേരിട്ട് പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ഒരു ഭരണാധികാരിയാണ്. ഗുജറാത്തിലും ഒറീസയിലും ഉത്തരാഖണ്ഡിലും എല്ലാം. ഉത്തരാഖണ്ഡിൽ അദ്ദേഹം ദുരന്തം ഉണ്ടായ സമയത്ത് അദ്ദേഹം വേറൊരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് പോലും പുനരധിവാസ പ്രവർത്തനങ്ങളെ സഹായിച്ചിട്ടുള്ള ആളാണ്. തീർച്ചയായിട്ടും ഒരു അനുഭവസ്ഥനായിട്ടുള്ള ഒരു ഭരണാധികാരിയാണ്. മോദിജിക്ക് അതൊക്കെ ചെയ്യാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എല്ലാം കൊണ്ടും ഈ ഒരു സന്ദർശനം വളരെ പ്രതീക്ഷ നൽകുന്നതാണ്. തീർച്ചയായും അത് തന്നെയാണ്. എന്തായാലും കൃത്യമായ രീതിയിലുള്ള പാക്കേജുകൾ, അതോടൊപ്പം തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന വ്യക്തമായ ഒരു പ്ലാനോട് കൂടിയാണ് അദ്ദേഹത്തിന്റെ സന്ദർശനം ഇവിടെ പൂർത്തിയായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സർവ്വ പിന്തുണയും, കേരളത്തിന് വേണ്ട സർവ്വ പിന്തുണയും വാഗ്ദാനം ചെയ്യുന്ന ഒരു സന്ദർശനം കൂടിയായിരുന്നു ഇത്. യെസ് അരുൺ, അത് തന്നെയാണ്. കൂടുതൽ കരുതൽ തന്നെയാണ് പ്രധാനമന്ത്രിയുടെ ഈ ഒരു സന്ദർശനത്തെ നമ്മൾ നോക്കിക്കാണേണ്ടത്. സകലതും നഷ്ടപ്പെട്ട, സർവ്വതും ഉരുളെടുത്തു പോയ വയനാട് ജനതയ്ക്ക് തങ്ങളുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും വീണ്ടെടുക്കാനുള്ള ആ ഒരു കരുതലായി വയനാട് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ആ ഒരു സന്ദർശനം മാറുകയാണ്.